ഒരു സിനിമ കാണുന്നതിനേക്കാളും കൗതുകത്തോടു കൂടെ ചില ജീവിതങ്ങളെ ഞാൻ നോക്കിയിരുന്നിട്ടുണ്ട്. ആ ഒരു നോക്കിയിരിപ്പ് പലപ്പോഴും മോഹൻലാലിലേക്കും ഉണ്ടായിട്ടുണ്ട്. മോഹൻലാലിനെ കുറിച്ച് എഴുതിയ ഒരു കുറിപ്പിലാണ് കഞ്ചാവ് എന്ന ടേം ഞാൻ ആദ്യമായി ഉപയോഗിക്കുന്നത്. എൻ്റെ ടെറസിനു മുകളിൽ ഞാൻ നട്ടുവളർത്തിയ രഹസ്യകാമനകളുടെ ഒരു കഞ്ചാവ് ചെടിയുണ്ട്, അതിൻ്റെ പേരാണ് മോഹൻലാൽ എന്നാണ് ആ കുറിപ്പിനകത്ത് ഞാൻ എഴുതി അവസാനിപ്പിക്കുന്ന വരി എന്ന് പറയുന്നത്. മലയാളി ഒരുപാടേറെ, മലയാളി എന്നല്ല ലോകത്തെ എല്ലാ മനുഷ്യ വിഭാഗങ്ങളും ഒരുപാടേറെ രഹസ്യ കാമനകൾ കൊണ്ട് നടക്കുന്നവരാണ് എന്ന തോന്നൽ മനുഷ്യനിലേക്ക് നോക്കുമ്പോഴെനിക്കെപ്പോഴും ഉണ്ട്. പക്ഷേ നാം ഇങ്ങനെ ജീവിക്കാമോ, നാം ഇങ്ങനെ മിണ്ടാമോ, നാം ഇങ്ങനെ ഒരാളോട് ചേർന്ന് നിൽക്കാമോ എന്നൊക്കെയുള്ള ഒരുപാടേറെ ആകുലതകളിലാണ് ജീവിതം കടന്നു പോകുന്നത്. അതുകൊണ്ട് തന്നെ പലപ്പോഴും ജീവിക്കാതെ മരിച്ചു പോകുന്ന മനുഷ്യരാണ് ഇവിടെ ഏറെയും ഉള്ളത് എന്ന തോന്നൽ എനിക്കിപ്പോഴുണ്ട്. ആ മൊറാലിറ്റിയെ എങ്ങനെ ബ്രേക്ക് ചെയ്യാം എന്ന മെസ്സേജ് ആരൊക്കെ എന്നൊക്കെ തന്നിട്ടുണ്ടോ അവരെയൊക്കെ ഞാൻ വലിയ ആരാധനയോടുകൂടിയാണ് നോക്കിക്കണ്ടിട്ടുള്ളത്. ലാൽ സാർ എപ്പോഴും അദ്ദേഹത്തിൻ്റെ സിനിമകളിലൂടെ ആയാലും അദ്ദേഹത്തെ ചുറ്റിപ്പറ്റിയുണ്ടായ വിവാദങ്ങളിലൂടെ ഒക്കെ ഈ മൊറാലിറ്റി അടിമുടി പൊട്ടിച്ച് കളഞ്ഞാണ് തന്നെ അവതരിപ്പിച്ചിട്ടുള്ളത്. ഞാൻ ഇങ്ങനെ ജീവിക്കുമെന്ന് ലോകത്തോട് ഉച്ചത്തിൽ പറയാൻ തോന്നുന്ന ഒരു പറച്ചിലിൻ്റെ പ്രതീകമൊക്കെയാണ് എനിക്ക് മോഹൻലാൽ എന്ന് പറയുന്നത്. ലാൽ സാറിനെ കുറിച്ച് എഴുതിയ ഒരു കുറിപ്പിനകത്ത് ഞാൻ പറയുന്നുണ്ട്, വൈകിട്ട് എന്താണ് പരിപാടി എന്ന് ഒളികണ്ണിട്ട് ചോദിക്കുന്ന മോഹൻലാലിനെ തന്നെയാണ് എനിക്കിഷ്ടം എന്ന് ഞാനതിൽ പറയുന്നുണ്ട്. ലാൽ സാറിൻ്റെ ജെനുവിനിറ്റിയാണ് പലപ്പോഴും അദ്ദേഹത്തിന് ചുറ്റിപ്പറ്റിയുണ്ടായ എല്ലാ കോലാഹലങ്ങൾക്ക് പിന്നിലും ഉണ്ടായത് എന്നെനിക്ക് തോന്നാറുണ്ട്. എങ്ങനെ പ്രസൻറ്റ് ചെയ്യാം തന്നെ എന്ന ആലോചന അത് അടിമുടി നമ്മളിലുണ്ട്. ആ ഒരു കൃത്രിമത്വമാണ് നമ്മളുടെ ജീവിതത്തിൻ്റെ നിറം പലപ്പോഴും കൊന്നുകളഞ്ഞിട്ടുള്ളത്. പലരോടൊപ്പം സോഷ്യൽ മീഡിയയിൽ നിൽക്കുന്ന സമയത്ത് ഒക്കെ ആളുകൾ ചോദിക്കുന്ന ചോദ്യമുണ്ട്, എങ്ങനെയാണ് ഈ എല്ലാവർക്കൊപ്പവും ചേർന്ന് നിൽക്കുന്നത്, എങ്ങനെയാണ് എല്ലാവരെയും കെട്ടിപ്പിടിച്ച് നിൽക്കുന്നത് എന്നൊക്കെ എന്നോട് ചോദിക്കും. എനിക്കും തോന്നിയിട്ടുണ്ട് കേട്ടോ. ഈ ചോദ്യങ്ങളൊക്കെ ആളുകൾ എന്നോട് ചോദിക്കും. എനിക്ക് പ്രത്യേകിച്ച് അത് ഞാൻ വളരെ കുട്ടിക്കാലം മുതലേ സൗഹൃദത്തെ സെലിബ്രേറ്റ് ചെയ്യാൻ ആഗ്രഹിച്ച് ജീവിച്ച ഒരാളാണ്. അതെൻ്റെ കോളേജിൽ ഞാൻ എങ്ങനെയായിരുന്നു, ആൺ പെൺ എന്നൊക്കെ പറയുന്ന സമയത്ത് അത് പിൽക്കാലം ഞാൻ ഉണ്ടാക്കിയെടുത്ത അല്ലെങ്കിൽ നമ്മളൊക്കെ ഉണ്ടാക്കിയെടുത്ത ഒരു പൊളിറ്റിക്കൽ ജാഗ്രതയൊന്നും അല്ല എന്നെ സംബന്ധിച്ചിടത്തോളം. ഞാൻ എൻ്റെ കോളേജിലൊക്കെ പഠിക്കുന്ന സമയത്ത് 12 പേരാണ് എൻ്റെ ക്ലാസ് മുറിയിൽ, എൻ്റെ MSc ക്ലാസ് മുറിക്കകത്തുണ്ടായിരുന്നത്. അതിൽ 2 ആൺകുട്ടികളും 10 പെൺകുട്ടികളുമായിരുന്നു. ഒരു കോളേജിൻ്റെ മൊത്തം എക്കോസിസ്റ്റം പരിശോധിക്കുന്ന സമയത്ത് ഒരുപക്ഷെ അതിലേറെ വരുമായിരിക്കും. അങ്ങനെ ചുറ്റും നിറഞ്ഞു നിൽക്കുന്ന പെൺകൂട്ടങ്ങൾക്കിടയിലൊക്കെ ജീവിച്ചാണ് ആ ഒരു രാഷ്ട്രീയം നാം ഉണ്ടാക്കിയെടുക്കുന്നത്. അവിടെ നമുക്ക് നഷ്ടപ്പെടുന്ന നമ്മളുടെ ശരീരം എന്നൊക്കെ പറഞ്ഞ് നാം ഉണ്ടാക്കിയെടുക്കുന്ന കുറേയൊക്കെ അങ്ങനെ നമ്മളുടെ കോളേജ് കാലത്തോ നമ്മളുടെ സ്കൂൾ കാലത്തോ ഒക്കെ നമുക്ക് കൈമോശം വരും. അതുകൊണ്ട് എനിക്കിതൊക്കെ കൈമോശം വന്ന് ഞാൻ അവരിൽ ഒരാളാണ് എന്ന ബോധ്യത്തിലൊക്കെ ഒഴുകിയുള്ളൊരു നിൽപ്പാണ് സോഷ്യൽ മീഡിയക്കകത്തും വന്ന് നിൽക്കുന്ന നിൽപ്പ്. അതുകൊണ്ട് എന്നെ രാഷ്ട്രീയം പഠിപ്പിച്ചത് എൻ്റെ സുഹൃത്തുക്കളാണ്, എന്നെ ജീവിക്കാൻ പഠിപ്പിച്ചത് എൻ്റെ സുഹൃത്തുക്കളാണ്. അതുകൊണ്ട് മനുഷ്യൻ എപ്പോഴും എനിക്കൊരു മോഹവസ്തുവാണ്. ആ മോഹം, ആ കാമന ഏറ്റവും കൂടുതലുള്ളത് ഒന്ന് ലാൽ സാറിനോടായിരിക്കും. അതുകൊണ്ടാണ് പലപ്പോഴും ലാൽ സാറിനെ കുറിച്ച് കൂടുതൽ എഴുതിപ്പോയിട്ടുള്ളത്. ഇങ്ങനെയൊക്കെ പറയുമ്പോഴും മോഹൻലാലിനെ കുറിച്ച് ഞാനൊരു പുസ്തകം എഴുതിയിട്ടില്ല. ഞാൻ എഴുതിയ ഒരു മനുഷ്യനെക്കുറിച്ച് ഞാൻ എഴുതി തയ്യാറാക്കിയ ഒരു പുസ്തകം എന്ന് പറയുന്നത് കണ്ട് പെരുകുന്ന കടൽ എന്ന് പറയുന്ന ഒരു പുസ്തകമാണ്. അത് മമ്മൂട്ടിയെക്കുറിച്ചാണ് ഞാൻ എഴുതിയിട്ടുള്ളത്, മോഹൻലാലിനെ കുറിച്ചല്ല. അപ്പോൾ കൂടുതൽ ഇഷ്ടം മോഹൻലാലിനെയാണോ അതോ മമ്മൂട്ടിയാണോ? ഒന്ന് മമ്മൂട്ടി നാമൊക്കെ ജീവിക്കുന്ന ഒരു ജീവിതമായിട്ടാണ് എനിക്ക് എപ്പോഴും തോന്നാറുള്ളത്. മമ്മൂട്ടിയുടെ മീറ്ററിലാണ് നമ്മളുടെ ജീവിതം അടിമുടി ക്രമപ്പെടുത്തിയിട്ടുള്ളത്. മമ്മൂട്ടി പ്രേമം പറയുന്ന പോലെയാണ് മലയാളി പ്രേമം പറയാറുള്ളത്. മമ്മൂട്ടി ഇടപെടുന്ന പോലെയാണ് മമ്മൂട്ടി നൃത്തം ചെയ്യുന്ന പോലെയാണ് മലയാളിയുടെ മധ്യവർഗ പുരുഷൻ്റെ നൃത്തം എന്നൊക്കെ എനിക്ക് എപ്പോഴും തോന്നാറുണ്ട്. ഒട്ടും ലൗഡല്ലാത്ത വളരെ പതിഞ്ഞൊരു താളത്തിലുള്ള ഇമോഷണൽ എക്സ്പ്രഷനുകളാണ് എപ്പോഴും നാം നമ്മളുടെ ജീവിതത്തിനകത്ത് കാണിച്ചുള്ളത്. പക്ഷേ മോഹൻലാൽ അങ്ങനെ ആയിരുന്നില്ല. മോഹൻലാൽ ഒരു മോഹവസ്തു തന്നെയായിരുന്നു. ഐ ലവ് യു എന്ന് മോഹൻലാൽ ഉച്ചത്തിൽ പറഞ്ഞ് അലറി ഓടുന്ന ഓട്ടം നമുക്ക് ജീവിക്കാനാവില്ല. പക്ഷെ അങ്ങനെ ജീവിക്കണമെന്ന ആഗ്രഹം എപ്പോഴും നമ്മളുടെ ഉള്ളിലുണ്ട്. മമ്മൂട്ടിയുടെ ഒരു മീറ്ററിൽ നാം പതിയെ പോയി ഇഷ്ടമാണ് എന്ന് പറയുകയാണ് ചെയ്യുന്നത്. മോഹൻലാൽ ചെയ്യുന്ന ഒരു നൃത്തം ഒരുപക്ഷെ ജീവിതത്തിൽ നാം ചെയ്യുന്നുണ്ടാവില്ല. മമ്മൂട്ടി ചെയ്യുന്ന നൃത്തമാണ് നമ്മൾ ചെയ്യുന്നത്. അതുകൊണ്ട് മോഹൻലാൽ എപ്പോഴും നാം ജീവിക്കാൻ ആഗ്രഹിക്കുന്ന ഒരു ജീവിതവും മമ്മൂട്ടി
നാം ജീവിച്ചുകൊണ്ടിരിക്കുന്ന അതെ, ജീവിതമാണ്. അതുകൊണ്ട് രണ്ടും രണ്ട് തരം ഇഷ്ടങ്ങളാണ് എനിക്ക്.